ഹായ്, നമ്മളിപ്പോൾ പുതിയ വീടിൻ്റെ അവിടെയാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വന്ന് നോക്കാൻ വന്നതാണ്. രാവിലെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മെറ്റീരിയൽസൊക്കെ അവിടെ നിന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് സേഫായ സ്ഥലത്തേക്ക് ഒന്ന് മാറ്റണം. നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസുകളും നമ്മൾ വീഡിയോനെ കുറിച്ചുള്ള കമൻസുകളും നിങ്ങളൊന്ന് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല രാവിലെയാണ് ഇപ്പോൾ. നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് വാക്കിങ്ങിന് പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ വീടിൻ്റെ അവിടെയുള്ള കുറച്ച് വർക്കുകളൊക്കെ ഒന്ന് വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിക്കുന്ന് ലീവാണ്, സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട്. അപ്പോൾ ചെറിയനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് വീടിൻ്റെ അവിടേക്ക്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾക്ക് റിങ്ങൊക്കെ വറക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മളെ വീട്ടിൽ ഈ സെപ്റ്റി ടാങ്കിനുള്ള കുഴികൾ കാര്യങ്ങൾ മുറ്റത്തിൻ്റെ ലെവലിങ് ഇതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം അതിനൊന്ന് ആൾക്കാർ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അവർക്ക് നമ്മൾ എല്ലാതും ഒന്ന് പറഞ്ഞു കൊടുക്കാനും ചെയ്യാനും വേണ്ടി വന്നതാണ് രാവിലെ. അവർ രാവിലെ വരും എന്നാണ് പറഞ്ഞത്. അപ്പം ഇന്നത്തെ വാക്കിങ് ക്യാൻസലായി. അപ്പം വന്നിട്ട് നമ്മളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്കെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ പ്ലംബിങ്ങുകാരും വയറിങ്ങിൻ്റെയൊക്കെ പണീൻ്റെ ആൾക്കാർ ബാബു ഉണ്ട്. അപ്പോൾ അവർക്ക് അവരെടുത്ത പണി എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കും വേണം. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഒക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴി എടുക്കണേ, പിന്നെ നമ്മളെ കോൺട്രാക്ടർ വാവാക്കി ഒക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. വാവാക്കിയൊക്കെ നല്ല വെയിലും ഉണ്ട് തുടങ്ങി. വെയിലിന് തണുപ്പാണെങ്കിലും വെയിലിന് നല്ല ചൂടാണ്. ചെറിയ നല്ല പണിയിലാട്ടോ. ശരിക്ക് കണക്കെഴുതാൻ മാത്രമല്ല, ഇങ്ങനെയുള്ള പണി നന്നായിട്ട് അറിയാം. അവിടെ ഉണ്ടായിന് മണ്ണുകളൊക്കെ ഒന്ന് ലെവൽ എടുത്തിട്ട് വേണം അവർക്ക് കുഴിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ. കണ്ടില്ലേ, ഇലക്ട്രിക്കൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെറ്റീരിയലുകളാണ് ഇതൊക്കെ. ഗ്രാൻഡിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഫിറ്റിങ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കേഴ്സും ഉണ്ട് ഇന്ന്. ഇത് കണ്ടില്ലേ, തൂങ്ങിക്കിടക്കണേ. ഇപ്പം വീടിൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് ചെയ്ത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പം ഞാൻ ഓരോ വർക്കായിട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം സൈഡിലൊക്കെ ഒരുപാട് മെറ്റീരിയൽസൊക്കെ കൊണ്ടുവന്ന് വെച്ചതല്ലേ. ഒരുപാട് മെറ്റീരിയൽസൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ. നമ്മളെ ഇലക്ട്രീഷ്യന് വർക്ക് ചെയ്ത് കൊടുക്കുക പ്രതി. സ്ട്രിപ്പ് ലൈറ്റിൻ്റെ വർക്ക്, പ്രൊഫൈൽ ലൈറ്റിൻ്റെ. ഇത് പ്രൊഫൈൽ ലൈറ്റില്ലേ? അത് വർക്കിൻ്റെ ഇതിലാണ്.
വേണ്ട, നല്ല വെയിലടിച്ചിട്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ രാവിലെ വന്നതാ, 10 മണി കഴിഞ്ഞു. പോകണം, വീട്ടിൽ പോയിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുമില്ല. മോന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏതായാലും പോയി റെൻറ്റിൻ്റെ അവരോട് ചോദിക്കട്ടെ എത്രയാവും എന്താണെന്നൊക്കെ. അപ്പോൾ നമുക്ക് വേണ്ട റിങ്ങൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുഴി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 10 മണിയായി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോവുകയാണ്. ഇനി അവർ പണിയൊക്കെ എടുക്കട്ടെ. വീട്ടിൽ ചെന്നിട്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, അവർക്ക് ഫുഡൊക്കെ കൊടുക്കണം. നമ്മൾക്ക് ഇന്നും ഇനി വാക്കിംഗ് ഇല്ല കേട്ടോ, വീട് പണി നോക്കാൻ പോവുകയാണ്. അപ്പോൾ വീട്ടിൻ്റെ വർക്ക് ഇന്നലത്തെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാത്തതുകൊണ്ട് സെപ്റ്റിക് ടാങ്കിൻ്റെ ഒക്കെ കുഴി എടുക്കുന്ന വർക്കാണ് നടക്കുന്നത്. അതിപ്പം ഇന്നലെ ഫിനിഷ് ആയിട്ടില്ല. ഈ വേസ്റ്റ് വെള്ളത്തിൻ്റെ കൂടി ഉണ്ടല്ലേ ചെറിയ, അതും കൂടെ കഴിഞ്ഞിട്ട് ഇന്നത്തോടെ ഫിനിഷ് ആവും. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇന്ന് ഒന്ന് വാക്കിങ്ങിന് പോകാതെ അവിടെ പോയിട്ട് കുറച്ചൊക്കെ വർക്കുകൾ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പോയിട്ട് വരാം. അപ്പോൾ ഇന്ന് ചെന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാനും ഒക്കെ. ഊത്തപ്പമാണ്. ഊത്തപ്പം എന്ന് പറയാം, സീയപ്പം പറയും, ചില സ്ഥലത്ത് ഊത്തപ്പം എന്ന് പറയും, ചിലർ അപ്പം എന്ന് വെറുതെ പറയും. വെറുതെ അരി മാത്രം ആട്ടിയിട്ട് രാവിലെ അരച്ച് ചൂടുന്ന അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആക്കാമല്ലോ. അതേമാതിരി പട്ടാണിക്കടല എന്ന് പറയും, അതേ ഗ്രീൻ പീസ്, അത് കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കടലൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചെന്നിട്ട് റെഡിയാക്കാം. രാവിലെയാണ്. ഇന്നിപ്പോൾ വലിയ തണുപ്പൊന്നുമില്ലല്ലേ, ചെറിയ കുറവാണ്, തണുപ്പൊക്കെ കുറവാണ് ഇന്ന്. അപ്പോൾ നമ്മളൊന്ന് വീട്ടിൽ പോയി നോക്കട്ടെ. ഇന്നലെ ബൈക്ക് എടുത്തിട്ടാണ് പോയത് കേട്ടോ, നല്ല തണുപ്പ് പോയിരുന്നു. ഇന്നാണ് ശരിക്കും ബൈക്ക് എടുത്ത് പോകേണ്ടല്ലേ ചെറിയ. ഇന്ന് കാർ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തണുപ്പൊന്നും അറിയണമില്ല. ഇനിയിപ്പോൾ പുറത്തെന്തോ അറിയില്ല, വെയിലൊക്കെ വന്നു തുടങ്ങി. വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി പോയി നോക്കട്ടെ, ഇന്നലത്തെ പണി എന്തൊക്കെയാണ് ചെയ്തിരിക്കണമെന്ന് അറിയില്ല. കുഴി എടുത്ത് ഏകദേശം ഈ കുഴി കുറച്ചും കൂടെ താത്തണമുണ്ട്. പിന്നെ ഒരു കുഴിയും കൂടി വേസ്റ്റ് വെള്ളത്തിനും കൂടി എടുക്കാനുമുണ്ട്. എന്താ സൺഡേ ആയതുകൊണ്ട് അവർ വരുന്നുണ്ട്. ശരി, കുറച്ച് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് മാറ്റാനും ഇതൊക്കെ. അപ്പം ഞങ്ങളും കൂടെ ചെയ്യുക കുറച്ച് നേരം എന്ന് വിചാരിച്ചു. പാറടി കുഴിയായില്ലേ. ചെറിയ കുഴങ്ങി ചാരി നിന്ന് പറയാ. വെയിലിന് നല്ല ചൂടാണ്. അതെ, സൺഡേ ആയതുകൊണ്ട് മറ്റുള്ള പണിക്കാരൊന്നുമില്ല, ഇലക്ട്രിക്കൽ വർക്കേഴ്സൊന്നുമില്ല, കുഴിയെടുക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ പണി നടക്കട്ടെ, നമ്മൾ പോവാം. നല്ല വെയിലാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളെ കൊണ്ട്.